എടാ കുറച്ച് വേഗം നടക്കേട്ടാ, ഇവിടെ പണ്ട് പ്രേതലുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇനിയൊന്നും മിണ്ടാണ് ഓരോന്നും പേടിപ്പിക്കുന്ന മനുഷ്യനെ. പിന്നെ പ്രേതം നിന്നെപ്പോലത്തെ മണ്ടന്മാർ ഈ കാലത്ത് വിശ്വസിക്കും. എടാ നീ അവിടെ വെറുതെ നിൽക്കല്ലേ, ഇങ്ങോട്ട് വന്നാട്ടെ ഓരോന്ന് പറഞ്ഞിട്ട്. അച്ചു നീ അങ്ങനെ പുച്ഛിച്ച് തള്ളാൻ പറ്റേ. പണ്ട് ഞാനും ബാവും കൂടി ഇതിലെ നടന്നു വരുമ്പോണ്ടല്ലോ, ഇതാ ഏതാണ്ട് ആടെ എത്തുമ്പോൾ ഒരു ചിലും ചിലും എന്നൊരു സൗണ്ടാ മോനെ. അത് നിങ്ങൾ ചില്ലറ പൈസ കേസായിട്ട് നടന്നിട്ടായിരിക്കും. അതൊന്നല്ല അച്ചു, നമ്മളിങ്ങനെ വരുമ്പോണ്ടല്ലോ, ഇതാ ഏതാണ്ട് ഇതാ ഇവിടെ അങ്ങാറ്റ് എത്തുമ്പോൾ മുടിയെല്ലാം അഴിച്ചിട്ട് വെളുത്ത സാരിയെല്ലാം എടുത്തിട്ട് ഒരു പെണ്ണിങ്ങനെ നിന്നിന്. നമ്മളെ കണ്ടപാട് നിന്നിട്ട് ഒരൊറ്റ ചിരിയാ കണ്ട്. നമ്മളെന്നിട്ട് പേടിച്ചിട്ട് ഓടിയ ഓട്ടം. അന്ന് ചന്ദ്രാൻ ഡോക്ടർ ഹോസ്പിറ്റലിൽ തന്നെ നിന്ന് 3 ദിവസം പനി പിടിച്ചാൽ ഡ്രിപ്പിട്ടാടെ കിടന്നു നിന്നിട്ട്. പക്ഷേ എൻ്റെ മോനെ ഓളെന്തൊരു ഗ്ലാമറാടാ, കണ്ടപാടെ എനിക്ക് ക്രഷ് അടിച്ച്. എൻ്റെ ഒരു ക്രഷടി ഇന്നങ്ങനെ ഓളയുമ്പോൾ കിട്ടിയിട്ടുണ്ടല്ലോ. നമ്മൾ ബ്ലഡ് ജ്യൂസും കുടിച്ചിട്ട് പിറ്റേ ദിവസം നമ്മൾ ആളെയും കൂട്ടി വരുന്നത് ഇതിൻ്റെ പല്ലിനൊക്കെ മുറുക്കാൻ വേണ്ടി. ഞാൻ ഓരോന്ന് ഇവനെ പറഞ്ഞ് പേടിപ്പിക്കില്ല. പോയാടെ ആരാടാ നിൽക്കുന്നത്? നിങ്ങളാരാ? നിങ്ങൾക്ക് ഒക്കട്ടുണ്ടോ? അവിടെ സൗണ്ട് ഒന്ന് എങ്ങനെ ഇരിക്കുന്നത്? ചെവി കേൾക്കില്ലേ ആരാന്ന്? ഞാനൊരു വഴിപോക്കനാണ്. നിങ്ങൾ 6-ാം നമ്പർ കളിക്കാണ്ട് കാര്യം പറ. നിങ്ങളതിന് മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഓ ഞാൻ മേറ്ററൊന്നും മാറിപ്പോയി. ഇങ്ങനെ ഇടക്കിടക്ക് ചിരിച്ചോണ്ടിരിക്കാണ്ട് കാര്യം പറ. ആരെങ്ങള്? ഞാൻ നീലൻ, കള്ളിയങ്ങാട്ട് നീലൻ. നീലനാ? എനിക്ക് നിങ്ങളെ കണ്ട് വെള്ളപ്പോലെ ഉണ്ടല്ലോ. ഇല്ലടാ, ഞാൻ ശരിക്കും ഞാൻ നീലനാ. ഡ്രസ്സെല്ലാം കണ്ടില്ലേ? കള്ളിയങ്ങാട്ട് നീലൻ അനിയെ നീലൻ. ഇത് നീലല്ലടാ, പുഷ്പനാ. നിങ്ങളെ കാണുമ്പോൾ ചോദിക്കണമെന്ന് വെച്ചാൽ പ്രേതങ്ങളെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം എന്നാ? നിങ്ങളെല്ലാവരും സുന്ദരന്മാരും സുന്ദരികളാണല്ലോ. നമ്മൾ കാരണന്മാരായിട്ട് ഭംഗിയിട്ട് കോലുണ്ട്. ബ്യൂട്ടീഷ് മാത്രം നമ്മൾ ചെയ്യില്ല. ബ്രോ ചോദിക്കുന്നുണ്ടൊന്നും. ബ്രോ അതല്ലാന്ന്, നിങ്ങൾ പെങ്ങളെ ഞാൻ ഒരു പ്രാവശ്യം കണ്ടിരുന്നു. ഏതാ സൗന്ദര്യം, ഓളെ ഞാൻ വല്ലാണ്ട് മോഹിച്ചു. എനിക്ക് കെട്ടിച്ചേരുവോ? അത് നടക്കൂലേ? അങ്ങനെ പറയല്ലേ ബ്രോ. നാട്ടിലാണ് ആ പെണ്ണ് കിട്ടാൻ്റെ, പോരാത്തതിന് അറിയാത്ത സ്ഥലമില്ല. കർണാടക, നേപ്പാൾ, എല്ലാ സ്ഥലത്തും പോയി. ഇനി എന്നാ നമ്മൾ ചെയ്യണ്ടേ? നിന്നെപ്പോലത്തെ ആൾക്കാർ പ്രേതത്തിനെയും വെറുതെ വിടൂലേ? അതല്ല നീല, ഞാൻ നീലിയെ വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു പോയി. അവളെ കെട്ടി ഒരു 3-4 കുഞ്ഞുങ്ങളൊക്കെ പെറ്റ് യക്ഷിക്കുഞ്ഞുങ്ങളിങ്ങനെ വീട്ടിന് മുറ്റത്തോട് ഓടി നടക്കുന്ന ഞാൻ സ്വപ്നം കണ്ടുപോയി. ഓൾ ആ നസ്രാണയെ ഡ്രാക്കുളേനെ കെട്ടിയിട്ട് പാലേനെ പുറത്താക്കിയപ്പോൾ ഓൾ ആ തൈൻ്റെ മുകളിൽ പെറ്റി കിടക്കുന്നുണ്ട്. ഓൾക്ക് ചോരക്ക് വേണ്ടിയാണ് ഞാൻ വന്നേ.